ഒന്ന് ബി.ജെ.പിയുടെ പ്രതിനിധി ശ്രീ ശ്യാംരാജിനോടാണ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, മെറ്റ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാനുള്ള പരിപൂർണ നിയമ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിൽ അധിഷ്ഠിതമാണ്. അവനൊന്നും അറിയില്ലതാമോ. അത് യൂണിയൻ ലിസ്റ്റിൻ്റെ ഷെഡ്യൂൾ 7 പ്രകാരമാണ്. ഇനി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ 14C പ്രകാരമാണ് ഹോം മിനിസ്ട്രിയെ സഹയോഗ പോർട്ടൽ വഴിയാണ് ഇത്തരം പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു സംവിധാനം. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. താങ്കൾ ഫെഡറൽ സർക്കാർ എന്ന് പറഞ്ഞ് കഥയൊന്നും മെനയണ്ട. സംസ്ഥാന സർക്കാരിന് ഈ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരവുമില്ല. താങ്കൾ ഒന്ന് ആലോചിച്ച് ഒന്നുകൂടി പരിശോധിച്ചാൽ മതി. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? UDF സർക്കാരിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരോ പോലീസ് ഉന്നതരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ചാനലുകളുടെ കാർഡുകൾ നീക്കം ചെയ്യാനുള്ള പരാതി കൊടുത്തോ എന്ന് അന്വേഷിക്കാനുള്ള എല്ലാ അധികാരവും സംവിധാനവും മെറ്റയുമായിട്ടുള്ള അടുപ്പവും നിങ്ങൾക്കുണ്ട്. അത് അന്വേഷിച്ച് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ ഈ ചർച്ചയിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇനി CPM പ്രതിനിധിയായിട്ടുള്ള ഗോപൻ പറയുന്നത് രത്തൻ കേൽക്കർ LDF സർക്കാരിന്റെ കാലത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ നീക്കം ചെയ്യാനായിട്ട് പരാതി കൊടുത്തിരുന്നു. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അത് അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തത്തിൽ കൊടുത്താണ്. അതിന്റെ അർത്ഥം അന്ന് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിൽ സർക്കാരിൽ ഉദ്യോഗസ്ഥ ഭരണമായിരുന്നു നടന്നത്. സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് ചെയ്ത എല്ലാ തോന്നിവാസവും ഉദ്യോഗസ്ഥരുടെ തലയിലും ഇന്ന് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ തലയിലും കെട്ടിവെക്കുന്നത് ശരിയല്ല. ഇനി അടുത്തത് അദ്ദേഹം പറയുന്ന VD സതീശൻ പറയുന്നത് ആരും വിശ്വസിക്കില്ല എന്ന്. ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിലും മെറ്റയുടെ കാർഡ് കാണാതായ കാര്യത്തിലും VD സതീശനോട് മറുപടി പറയുന്നത് എന്തിനാ? മറുപടി പറഞ്ഞു കഴിയുമ്പോൾ വിശ്വസിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? ശവത്തെ കുത്തരുത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത നിങ്ങൾ പറയും തൂഫാന്റെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. തൂഫാനിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അകത്ത് കിടപ്പുണ്ട്. അതായത് കായംകുളത്തെ മറ്റേ പ്രതിഭയുടെ മകനോട് കാണിച്ച കനിവ് പോലെ ഇവിടെ ഒരു കനിവും ഇല്ല. മനസ്സിലായില്ലേ? അതുപോലെ അല്ല റാഷിദ്, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇത്രയും കഥ പറഞ്ഞപ്പോൾ റാഷിദ് ഇടപെട്ടില്ലല്ലോ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ കിടന്ന് മയക്കുമരുന്ന് കടത്ത് നടത്തിയിട്ടുണ്ട്. ഇവരെന്ത് നടപടിയെടുത്ത് സംരക്ഷിച്ചു അല്ലേ? തെളിയിക്കപ്പെട്ട സത്യം. ഇനി ബന്ധം, മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ ബന്ധം ഉണ്ടായിരുന്നു ഇല്ലേ? അടുക്കളയിൽ വരെ എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും പറഞ്ഞത് എനിക്ക് ഒരു പരിചയമില്ല, ഏത് സ്വപ്ന എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. പക്ഷേ മറ്റേ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു ഇല്ലേ? അതൊക്കെ നമുക്കറിയാം. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇലക്ഷനിൽ മത്സരിച്ചതിനെ കുറിച്ചിട്ടുള്ള കഥയുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ ഗോപ, താങ്കൾ ഇത്ര വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ സമയമാണ് റാഷിദ്, ഞാൻ പറയട്ടെ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി ഒന്ന് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് 2000 മുതൽ 2026 വരെയുള്ള IT ആക്ടുകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരുകളാണ്. അത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് സർക്കാർ ആയിക്കോട്ടെ, ഈ ആക്ടുകൾ ഉണ്ടാക്കുന്നത് എന്താണ് ഇത്? അദ്ദേഹത്തിന്റെ ഊഴാണ്. എനിക്ക് കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് മാത്രമല്ല. എന്റെ സമയമാണ് രാഷ്ട്രീയ, എന്റെ സമയമാണ്. ശ്രീ ജിൻഡോ ജോൺ, ശ്രീ പി. രണ്ടുപേരോട് റിക്വസ്റ്റ് ചെയ്യാണ്. സമയത്ത് പറയാൻ വേണ്ടി പറ്റണ്ടേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നോക്ക്, എന്റെ സമയം ലോ എൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് സിസ്റ്റം, അതൊരു പോർട്ടലാണ്. ആ പോർട്ടലിലെ കേരളത്തിലെ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാം. ആ ആക്സസ് ചെയ്യുന്നതിലൂടെ പൊതുവെ അത് ഉപയോഗിക്കുന്നത് മറ്റാളുകൾക്കൊക്കെ എതിരെയുള്ള തെറ്റായിട്ടുള്ള ചിത്രങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി. നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? കേരളത്തിലെ സൈബർ നിങ്ങൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ സൈബർ പോലീസിന് കുഴപ്പമായി തോന്നുന്നത് നിങ്ങൾ ആര് പരാതി കൊടുത്തു? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. വെറുതെ ഒച്ച ഉണ്ടാക്കല്ലേ? വെറുതെ പേടിയുണ്ടോ? പോയിന്റ് പറയാൻ നിങ്ങളെ കൊണ്ട് പേടിയുണ്ടോ?
ജിന്റെ വസ്തുത പറയുമ്പോൾ വെറുതെ ഒച്ച ഉണ്ടാക്കണം എന്തിനാണ്? നിങ്ങൾ പോയി പഠിക്കുന്ന ഈ ഒരു പോർട്ടലിനെ കുറിച്ച് പഠിക്കുന്നത് ലോ എൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് സിസ്റ്റം. അത് ഏതൊരു സ്റ്റേറ്റിലെയും, അത് കേരളത്തിലെ മാത്രമല്ല ഏതൊരു സ്റ്റേറ്റിലെയും അവിടുത്തെ സൈബർ വിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ്. അത് അങ്ങനെ ഒരു ഈ സൈബർ ഇടത്തിലെ കണ്ടന്റുകൾ വെറുതെ വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്?